ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. 40 നാളിന് ഉപവാസം മോശ കഴിക്കേ ഈയാവും നാഥൻ ശത്രുവിനെ വെന്നു 40 നാൾ ഉപവാസത്താൽ. മോശയുടെ കാലത്ത് അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ സമൂഹത്തിൽ നോമ്പും ഉപവാസവും എല്ലാം നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മനുഷ്യന്റെ ദൈവത്തെങ്കിലേക്കുള്ള വളർച്ചയിൽ അവനെ സഹായിക്കുന്ന ഉൾപ്രേരങ്ങളാണ് നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും ഉപവാസവും ഉപവി പ്രവർത്തനങ്ങളും എല്ലാം. പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ പരമകാഷ്ഠ നമ്മുടെ സൃഷ്ടാവായ യേശുവിന്റെ ജീവിതത്തിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നോമ്പാചരണം വർജിക്കലാണ്, ഉപേക്ഷിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ളതിനെയും ചീത്തയായിട്ടുള്ളതിനെയും വർജിക്കലാണ്. അങ്ങനെ ഈ വർജനം ഫലപ്രദമായി നടപ്പാക്കിയെങ്കിൽ മാത്രമേ നോമ്പാചരണം അർത്ഥപൂർണമായി തീരുകയുള്ളൂ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട മോശമായിട്ടുള്ളവ? കുടില ചിന്തകളാണ്, കിടമത്സരങ്ങളാണ്, അഹന്തയാണ്, താൻ പോരുമയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്ന് നമുക്ക് തോന്നുന്ന, അത് ആഹാരമാണെങ്കിലും ശരി, മറ്റെന്താണെങ്കിലും ശരി, വർജിച്ചാൽ മാത്രമേ നോമ്പാചരണം ഫലപ്രദമായി തീരുകയുള്ളൂ. നോമ്പ് കാലത്തിന്റെ പൂർണ്ണത നമുക്ക് അനുഭവ വേദ്യം ആയിത്തീരണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ സഹായിക്കാൻ ഉപവി പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. 40 നോമ്പത് നോക്കുക നീ, തീറ്റുക തീനില്ലാത്തവരെ എന്ന പ്രാർത്ഥന അർത്ഥവത്തായി തീരാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം.